ഒരാൾക്ക് 222 സ്ഥലത്ത് പല സ്ഥലങ്ങളിലായി വോട്ട്. അച്ഛൻ്റെ പേര് വേറെ, ആളുടെ പേര് വേറെ, വയസ്സ് വേറെ, ഇതൊക്കെ കാണിച്ച് പല സ്ഥലങ്ങളിൽ 222 സ്ഥലത്ത് വോട്ടുണ്ടാവുക. ഇത് ഇലക്ഷൻ കമ്മീഷൻ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? മറ്റൊന്ന്, ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ആ ചിത്രം ക്ലിയർ അല്ല. സാധാരണ TV ചാനലുകളിൽ ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമമൊക്കെ കാണിക്കുമ്പോൾ അവരുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പണിയാണ്. ആ പണിയാണ് ഇവിടെ ഇവരുടെ മുഖത്ത് ചെയ്തിട്ടുള്ളത്. എന്നിട്ടോ ഇയാളുടെ മുഖത്ത്, ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയില്ല, ആ മുഖത്ത് ചെയ്തിട്ടുള്ളത്. അതേ ചിത്രം പല സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തതായിട്ട് അതേ ചിത്രം വെച്ച് കാണിക്കുന്നു ഒരാൾ. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്കറിയില്ല. അങ്ങനെ ചെയ്താൽ ശരിയാണോ? പിന്നെ ബാംഗ്ലൂരിലും അതുപോലെ മഹാരാഷ്ട്രയിലും ചെയ്ത സ്ഥിരം ടെക്നിക്കുണ്ട്. 0 നമ്പർ വീട്. അന്ന് 0 നമ്പർ വീട് വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്, പാവപ്പെട്ട മനുഷ്യർ, തെരുവോരത്ത് ജീവിക്കുന്ന മനുഷ്യർ, സ്ട്രീറ്റ് ലൈറ്റിന് കീഴെ ജീവിക്കുന്ന മനുഷ്യർ, അതുപോലെ ജീവിക്കുന്ന മനുഷ്യർക്ക് വോട്ട് ചെയ്യണ്ടേ? എന്താണ് ഈ രാഹുൽ ഗാന്ധി പറയണേ? അങ്ങനെയുള്ള ആളുകൾ ഈ രാജ്യത്തുണ്ട്. പക്ഷേ അവിടെ 0 നമ്പർ ഒരു വീട് കണ്ടു. ആ വീട് കോൺക്രീറ്റ് വീടാണ്. 0 നമ്പർ കോൺക്രീറ്റ് വീടാണ്, പഴയ വീടാണ്, ഇപ്പോൾ ഉണ്ടാക്കിയ വീടൊന്നുമല്ല. അവിടെ 66 പേർക്ക് വോട്ടുണ്ട് എന്നാണ് ലിസ്റ്റ് അനുസരിച്ച്. ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു മനുഷ്യനുമില്ല, 66 പേരുമില്ല, ഒന്നുമില്ല.